അയി ഗച്ഛതൽ ത്വമനിമിത്ത സഞ്ജയോ നിലയേസ്തി തത്ര തവ ഗോകുലേ സഖേ ഇതി തദ്ഗിരാധ തവ പാദപങ്കജം ശരണം ഗത സ ഗൃഹമായോദ്രുതം. ഹേ സഖേ, അങ്ങ് പോയാലും അവിടെ ഗോകുലത്തിൽ അങ്ങയുടെ നിലയത്തിൽ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ഇപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കിനാൽ നന്ദഗോപർ അങ്ങയുടെ പാതാരബിന്ദത്തെ ശരണം പ്രാപിച്ചു വേഗത്തിൽ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. വസുദേവരും നന്ദഗോപരും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ഗോകുലത്തിൽ കാണുന്ന ചില ദുർനിമിത്തങ്ങളെക്കുറിച്ച് വസുദേവർ നന്ദഗോപരോട് പറഞ്ഞു. ആപത്തിൽ നിന്ന് മോചനമരുളുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദഗോപർ ഗോകുലത്തിലേക്ക് മടങ്ങി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.